മഹാഭാരതം 1,26,000 ശ്ലോകമുണ്ട്. അതിൽ 18,000 ശ്ലോകത്തിൽ താഴെയുള്ളൂ യുദ്ധം വിവരിക്കുന്ന ഭാഗം. മഹാഭാരതത്തിലെ ശ്രദ്ധേയമായി എന്താണ് ഒരു ഇതിഹാസം എന്ന് വേദവ്യാസം പറഞ്ഞിട്ടുണ്ട്. ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം, പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രതിഷ്ഠത. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെപ്പറ്റി നമുക്ക് അറിവ് തരാൻ വേണ്ടി വേദവ്യാസന് ഉപദേശ സമന്വിതം കഥകൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഒരു ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പം മഹാഭാരതത്തിൻ്റെ ശരിയായ ഭാഗം അതൊരു ഇതിഹാസമാണെന്നുള്ളതാണ്. ഇനി 1,26,000 ശ്ലോകങ്ങളെ മഹാഭാരതം അവസാനിക്കുമ്പോൾ എന്താണ് വേദവ്യാസൻ പറഞ്ഞു നിർത്തുന്നത്? തേനേ തെക്തേന ഭുജിതം മാ ഘൃതം കസിം സ്യൂതനം, സേവ് യുവേഴ്സൽ ബൈ സാക്രിഫൈസ്, നെവർ കവറ്റ് സംബഡി എൽസസ് വെൽത്ത്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ആത്മീയ സന്ദേശം ലാസ്റ്റ് സെൻറ്റൻസിലുണ്ട്. ഒരു യുദ്ധം ചെയ്യാനോ വിജയിക്കാനോ അല്ല, ത്യാഗം കൊണ്ട് രക്ഷിച്ചോണം, മറ്റാരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. ഇനി ഭഗവത്ഗീതയിലേക്ക് വന്നാൽ ഭഗവത്ഗീതയ്ക്ക് 701 ശ്ലോകങ്ങളുണ്ട്. ആ 701 ശ്ലോകങ്ങൾ യുദ്ധസംബന്ധിയായി പറയുന്ന ശ്ലോകം 90-ൽ താഴെയുള്ളൂ. അതായത് ഹാർഡ്ലി അറൗണ്ട് 12% ഓഫ് ദ ശ്ലോകാസ്. ഇനി കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം 4 യോഗങ്ങളിലൂടെയാണ് ഭഗവത്ഗീത അനാവരണം ചെയ്ത് വരുന്നത്. അതിൽ ആ കർമ്മയോഗം പറയുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ യുദ്ധസമാനമായ ഉപദേശങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷവും യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത മഹത്തായ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഭഗവത്ഗീത കർമ്മയോഗത്തിൽ എങ്ങോട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കർമ്മം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കർമ്മണ്യേ വാദികാരസ്തേമേ ഫലേഷു കഥ എന്ന ശ്ലോകത്തിൽ കർമ്മം ചെയ്യണം, പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്നാണ് പറഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ യുദ്ധത്തിൻ്റെ ആദ്യത്തെ 2-3 അധ്യായം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഭഗവത്ഗീത നിൽക്കുന്ന എവിടെയാണ്? മോക്ഷ സന്യാസ യോഗത്തിലാണ്. മോക്ഷവും സന്യാസവും എങ്ങനെ നേടണമെന്നാണ് ആത്യന്തികമായി ഭഗവത്ഗീതയുടെ സന്ദേശം. അതുകൊണ്ട് മഹാഭാരതമോ ഭഗവത്ഗീതയോ യുദ്ധാഹ്വാനമല്ല, നമുക്ക് ഈ ഭൂമി ജീവിക്കാനുള്ള അറിവ് നൽകുന്ന, ശാന്തി സന്ദേശം നൽകുന്ന ഗ്രന്ഥങ്ങളാണ്. ആ രീതി വേണം അതിനെ മനസ്സിലാക്കാൻ.